ഇനി എനിക്ക് പറയാനുള്ളത്, ഒരു പക്ഷേ നമ്മളെ മൗലവി അലി വരികയാണെങ്കിൽ കുറെ നേരത്തെ തന്നെ മുജാഹിദീങ്ങളായ കുറെ ആൾക്കാരുണ്ടാവും. അങ്ങനത്തെ കുറെ ആളുകളെ ഇന്റർവ്യൂ ചെയ്ത് രംഗത്ത് കൊണ്ടുവന്നു വരാം. ഇനി വേണമെങ്കിൽ ഒന്നുകൂടി പറയാം. ഇവിടെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വിശദമായി പറഞ്ഞിട്ടുണ്ട്, ഹോസ്പിറ്റലുകൾ ധാരാളം പുതിയത് നിർമ്മിക്കപ്പെടുന്നുണ്ടെങ്കിലും, ധാരാളം വൈദ്യശാസ്ത്രം പുരോഗമിക്കുന്നുണ്ടെങ്കിലും രോഗവും രോഗികളും ധാരാളം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ എന്നൊരു സംശയമുണ്ടെന്ന് പറഞ്ഞ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വിശദീകരിച്ചിട്ടുണ്ട്. ഖിയാമത്ത് നാളായിക്കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യൻ നാശമായിക്കൊണ്ടേയിരിക്കുകയല്ലാതെ മനുഷ്യൻ നന്നായിക്കൊണ്ടേയിരിക്കുക എന്നതും വ്യാപകമായി ഉണ്ടാവുകയില്ല എന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. അങ്ങനെ ഉണ്ടായാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് സത്യമാണെന്ന് പുലരുകയില്ല. അന്ത്യനാളാകുന്ന സമയത്ത് ധാരാളമായി ചെറുത് വർദ്ധിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 50-100 കൊല്ലങ്ങൾക്ക് മുമ്പും പല നാടുകളിലും ഇല്ലാത്ത വിധത്തിൽ മദ്യപാനികളും വ്യഭിചാരികളും മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ തുടങ്ങി അള്ളാഹുവിന്റെ ദീനുമായി ബന്ധമില്ലാത്ത എല്ലാ നാശങ്ങളും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അത് ഖിയാമത്ത് നാളിന്റെ അടയാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇമാം ബുഖാരി ബാബുൻ ലാ യഅതി സമാനുൻ ഇല്ലല്ലദീ ബഅദഹു ശർറുൻ മിൻഹു, ഒരു അധ്യായം തന്നെ സഹീഹുൽ ബുഖാരിയിൽ കിതാബുൽ ഫിതനിൽ കൊടുക്കുകയാണ്. എന്താണ് ആ അധ്യായത്തിന്റെ അർത്ഥം? ഒരു കാലവും ഉണ്ടാവുകയില്ല, വരികയില്ല, ഇല്ലല്ലദീ ബഅദഹു ശർറുൻ മിൻഹു, അതിന്റെ ശേഷമുള്ളത് ആദ്യകാലത്തെക്കാൾ നാശമായിട്ടല്ലാതെ ഒരു കാലവും വരികയില്ല എന്ന് പറയുന്ന അധ്യായം. ആ അധ്യായത്തിൽ ഇമാം ബുഖാരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 10 കൊല്ലത്തെ ഖാദിമായി പ്രവർത്തിച്ച അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാണാം. മഹാനവറുകൾ പറഞ്ഞു, ഇസ്ബിറൂ, നിങ്ങൾ ക്ഷമിച്ചിരിക്കണം, ഫഇന്നഹു ലാ യഅതി അലൈക്കും സമാനുൻ, കാരണം നിങ്ങൾക്കൊരു കാലവും വരികയില്ല, ഇല്ലാ വല്ലദീ ബഅദഹു അശർറു മിൻഹു, ഓരോ കാലവും വന്നുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത കാലം അതിനേക്കാൾ നാശമായിരിക്കും. മോശക്കാര് വർദ്ധിക്കും, വിശ്വാസരംഗത്തും കർമ്മരംഗത്തും അബദ്ധങ്ങളുള്ളവരും തെറ്റ് ചെയ്യുന്നവരും പിഴച്ചവരും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഹത്താ തൽഖൗ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ കണ്ടുമുട്ടുന്നത് വരെ ഓരോ കാലവും കഴിയുമ്പോൾ നാശം വർദ്ധിക്കുകയല്ലാതെ നന്നാവുക എന്ന പ്രശ്നം ഉണ്ടാകുന്നതല്ല. സമീഅതുഹു ബിൻ നബിയിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഇത് ഞാൻ കേട്ടതാണ്. അതുകൊണ്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന കലിമത്തു തൗഹീദ് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കണമെങ്കിൽ, അന്ത്യനാൾ വരെ ദിനേന കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ലോകം നാശമായിക്കൊണ്ടേയിരിക്കും. അത് തടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യമല്ല. അത് തടുക്കാൻ അല്ലാഹു നമ്മളെ കൽപ്പിച്ചിട്ടും ഇല്ല. നമ്മളോട് അല്ലാഹുവിന്റെ കൽപ്പന പഠിച്ച സത്യം തുറന്ന് പറയണം, ഉള്ളത് വിശദീകരിച്ചു കൊടുക്കണം, അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണം. അതാണ് മുഅ്മിനീങ്ങളെ ലക്ഷണം. അത്താഇബൂനൽ ആബിദൂനൽ ഹാമിദൂനൽ സായിഹൂൻ الراكعون الساجدون الآمرون بالمعروف والناهون عن المنكر والحافظون لحدود الله فبشر المؤمنين. ഖുർആൻ കപട വിശ്വാസികളുടെയും സത്യവിശ്വാസികളുടെയും ലക്ഷണങ്ങൾ വേർതിരിച്ച് പറയുന്ന സ്ഥലത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അത്താഇബൂൻ, സൽക്കർമ്മങ്ങൾ കുറഞ്ഞുപോയതിലും ദുഷ്കർമ്മങ്ങൾ വന്നുപോയതിലും അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുന്ന ആളുകൾ. പിന്നെയോ അൽ ആബിദൂൻ, സർവ ഇബാദത്തുകളും അല്ലാഹുവിന് നൽകി ലോകമാന്യത്തിന് വേണ്ടിയല്ല, ജനങ്ങൾ കാണാൻ വേണ്ടിയല്ല, പടച്ചവന് ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നവർ. പിന്നെയോ അൽ ഹാമിദൂൻ,
അല്ലാഹു തന്ന തൗഫീഖ്, അല്ലാഹു തന്ന ഭാഗ്യം. അൽഹംദുലില്ലാഹ്, എന്നെ അല്ലാഹു തആല പിഴച്ച പാർട്ടിയിൽ പെടുത്തിയില്ലല്ലോ, ഔലിയാക്കളെ കുറ്റം പറയുന്നവരിൽ ഉൾപ്പെടുത്തിയില്ലല്ലോ, നബിയെ തള്ളിപ്പറയുന്നവരിൽ പെടുത്തിയില്ലല്ലോ, ഖുർആനെ ചോദ്യം ചെയ്യുന്നവരിൽ ഉൾപ്പെടുത്തിയില്ലല്ലോ, ഇമാമിങ്ങളെ മദ്യപാനിയാക്കുന്ന കക്ഷികളിൽ ഉൾപ്പെട്ടില്ലല്ലോ. എന്നെ അല്ലാഹു തആല രക്ഷപ്പെടുത്തിയല്ലോ. അങ്ങനെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനം നടത്താനും കർമ്മങ്ങൾ നന്നാക്കാനും അല്ലാഹു ജല്ല ജലാലുഹു തൗഫീഖ് കൊടുത്തതിൽ പടച്ചവന് ധാരാളം സ്തുതിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അസ്സാഇഹൂൻ, അല്ലാഹുവിന് വേണ്ടി ഭക്ഷണവും വെള്ളവും കൈയൊഴിച്ച് നോമ്പെടുത്ത് ജീവിക്കുന്നവർ. പിന്നെയോ അർറാക്കിഊന സാജിദൂൻ, നിസ്കാരവും അതേ റുകൂഉം സുജൂദും ഒക്കെ നിർവഹിച്ചുകൊണ്ട് നിസ്കാരം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നവർ. പിന്നെയോ അതേ അല്ലാഹുവിന്റെ ഖുർആൻ പ്രത്യേകം പറയുകയാണ്, ഒന്ന് തൗബയുള്ളവരാകണം, രണ്ടാമത്തെ റബ്ബിനെ അല്ലാഹുവിനെ ആരാധിക്കുന്നവരാകണം, അല്ലാഹുവിനെ സ്തുതിക്കുന്നവരാകണം, നോമ്പെടുക്കുന്നവരാകണം, നിസ്കാരം നിർവഹിക്കുന്നവരാകണം. പിന്നെ എന്ത് വേണം? അത് മാത്രം പോരാ. അൽആമിറൂന ബിൽ മഅറൂഫി വന്നാഹൂന അനിൽ മുൻകർ, നല്ല കാര്യങ്ങൾ കൽപ്പിക്കുന്നവരാകണം. മുജാഹിദ് പറഞ്ഞു പോകട്ടെ, ജമാഅത്തുകാരായി നടക്കട്ടെ, നിസ്കരിക്കാത്തവൻ നിസ്കരിക്കാത്ത പാട്ടിന് പോകട്ടെ, കള്ളു കുടിക്കുന്നവൻ കള്ളു കുടിക്കട്ടെ, നമ്മളതിൽ ഇടപെടേണ്ടതില്ല എന്ന് പറയുന്ന കക്ഷി മുഅ്മിനല്ല. അൽആമിറൂന ബിൽ മഅറൂഫി വന്നാഹൂന അനിൽ മുൻകരി, നല്ല കാര്യം കൽപ്പിക്കുന്നവരാകണം. വന്നാഹൂന അനിൽ മുൻകരി, നിഷിദ്ധമായ കാര്യങ്ങളെ വിരോധിക്കുന്ന കക്ഷികളാകണം. പിന്നെയോ അൽഹാഫിളൂന ലിഹുദൂദില്ലാഹ്, അല്ലാഹുവിന്റെ അതിർവരമ്പുകളെ ലംഘിക്കാതെ ജീവിക്കുന്നവരാകണം. സുബ്ഹാനല്ലാഹ്, ഹറാമാക്കിയതിലേക്ക് ചാടി വീഴാതെ, ചെറി പറയാതെ, ചീത്ത പറയാതെ, വഞ്ചിക്കാതെ, കബളിപ്പിക്കാതെ, അസത്യം പറയാതെ, അതുപോലെ അനാവശ്യം സംസാരിക്കാതെ, എല്ലാ രംഗത്തും അല്ലാഹുവിന്റെ അതിർവരമ്പുകൾ സൂക്ഷിച്ച് ജീവിക്കുന്നവരാകണം. അൽഹഫിദൂന ലിഹുദൂദില്ലാഹ്, ഈ 9 ലക്ഷണങ്ങളുള്ളവനാണ് ശരിയായ മുഅ്മിനായ മനുഷ്യൻ. ഫബശ്ശിരിൽ മുഅ്മിനീൻ, യഥാർത്ഥ വിശ്വാസികൾക്ക് സന്തോഷ വാർത്ത അറിയിക്കൂ നബിയേ. അവരെ ആര് ചീത്ത പറഞ്ഞാലും, ആര് തെറി പറഞ്ഞാലും, ആര് ഗൈബത്ത് പറഞ്ഞാലും, ആര് കുറ്റം പറഞ്ഞാലും അവർക്ക് അല്ലാഹുവിന്റെ അടുക്കൽ പ്രതിഫലമുണ്ട്, സ്വർഗമുണ്ട്. ഇത് റബ്ബിന്റെ അതാ വാഗ്ദത്തമാണ്. ആ വാഗ്ദത്തത്തെ നാം അംഗീകരിച്ചിരിക്കുന്നു, വിശ്വസിച്ചിരിക്കുന്നു. അതനുസരിച്ച് നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇവിടെ ആർക്കും ആരെയും സന്മാർഗത്തിലാക്കാൻ അധികാരമില്ല, അത് റബ്ബിനുള്ളതാണ്. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. തെളിവില്ലാഞ്ഞിട്ടല്ല, പ്രമാണം കൊടുക്കാഞ്ഞിട്ടല്ല, പണ്ഡിതനാകാഞ്ഞിട്ടല്ല, സംശുദ്ധി ഇല്ലാഞ്ഞിട്ടല്ല, യാതൊരു കുറ്റവും ഉണ്ടായിട്ടല്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രസംഗങ്ങൾ നടന്നപ്പോൾ, വഅദുകൾ നടന്നപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹിദായത്തിലേക്ക് വരുന്നു. അതേ സമയത്ത് അബൂജഹൽ നന്നായില്ല, മരിക്കുന്നത് വരെ നന്നായില്ല. മരിക്കാൻ നോക്കുമ്പോഴും അവന്റെ തൊള്ളക്കൊരു കുറവുമില്ല, അവന്റെ തൊള്ളക്കൊരു കുറവുമില്ല. ബദറിൽ വീണു, ശത്രുപക്ഷത്ത് വന്ന് ബദറിൽ വീണു. അവിടെ വെച്ച് അത് മുസ്ലിം സൈന്യവുമായി ഏറ്റുമുട്ടിയിട്ട് മലായികത്ത് വന്നവനെ തള്ളിയിട്ടു. മഹാന്മാരായ സഹാബത്ത് അടുത്ത് ചെല്ലുമ്പോ തൊള്ളക്കൊരു കുറവുമില്ല. തോറ്റമ്പിയിട്ട് ഖബറിലേക്ക് പോകാൻ, പൊട്ടക്കിണറ്റിലേക്ക് പോകാൻ ബദറിൽ വീണ സമയത്തും തൊള്ളയുടെ നീളം എത്രയാണെന്നറിയോ? അബൂജഹൽ എന്താ പറഞ്ഞത്? അബൂജഹൽ പറഞ്ഞു, നീട്ടി മുറിക്കൂ എന്റെ തല, നീട്ടി മുറിക്കൂ എന്റെ തല, എന്റെ പ്രതിയോഗിയായ മുഹമ്മദ് ഒന്ന് കണ്ട് ഭയപ്പെടട്ടെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ എത്രത്തോളം ഇസ്ലാമിന്റെ നേതൃത്വത്തിന് പവറുണ്ടോ അത്രത്തോളം അപ്പുറത്തെ പ്രതിയോഗിക്കും നാവിന് നീളമുണ്ടാകും.
അത് സ്വാഭാവികമാണ്. പക്ഷേ അല്ലാഹുവിന്റെ ദീൻ യുരീദൂന അൻ യുത്ഫിഉ നൂറല്ലാഹ്, അല്ലാഹുവിന്റെ പ്രകാശത്തെ ഊതിക്കെടുത്തിക്കളയാമെന്ന നിലക്ക് വരുന്ന ദീനിന്റെ ശത്രുക്കൾ. പക്ഷേ വയബ്ബല്ലാഹു ഇല്ലാ അൻ യുതിമ്മ നൂറഹ്, അല്ലാഹു അവന്റെ പ്രകാശത്തെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. വലൗ കരിഹൽ മുശ്രികൂൻ, മുശ്രിക്കുകൾ അത് വെറുത്താലും ദീനിന്റെ ശത്രുക്കൾ വെറുത്താലും അല്ലാഹുവിന്റെ ദീനിന്റെ പ്രകാശം അല്ലാഹു ഇവിടെ നിലനിർത്തും. ആ വെളിച്ചം അല്ലാഹു ഉദ്ദേശിച്ച